ഹലോ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സൺഡേ മാർക്കറ്റാണ് കാണാൻ പോകുന്നത്. അതായത് ഞാൻ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ടായിരുന്നു കുക്കിങ്ങും ഒക്കെ. അപ്പോൾ കയ്യിൽ വലിയ ഫണ്ടൊന്നും ഇല്ലല്ലോ. അപ്പം സൺഡേ ആകാൻ നോക്കിക്കും നമ്മൾ ഈ പച്ചക്കറികൾ അതുപോലൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതിവിടെ സൺഡേ ടൈമിൽ വടവള്ളി ആ സ്റ്റോപ്പിൻ്റെ അവിടെ നമ്മുടെ കൊച്ചു കൊച്ചു ഫാർമേഴ്സ് അവരുടെ കൃഷി ചെയ്യുന്നതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾക്ക് മറ്റേ 5 രൂപയ്ക്കൊക്കെ തക്കാളിയൊക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ പോയി അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അത് മാത്രമല്ല നമുക്ക് ചൂലും അങ്ങനെയൊക്കെ ലാഭത്തിന് കിട്ടും. അപ്പം സൺഡേ മാർക്കറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റ് ഞാനിന്ന് സൺഡേ ആണ് വന്നത്, അതുകൊണ്ട് സൺഡേ മാർക്കറ്റ് കാണാനുള്ള യോഗമുണ്ട്. കാണിച്ചു തരാം. വാ, பார்த்து போகலாண்டி. நீ எங்கே போகிற ஓடி ஓடி? 20 rupees. 25. 25 രൂപ, 25 രൂപ, 20 രൂപ, 400, 500, 300, 200. കൊതുക് വലയും പായും ഒക്കെ ഉണ്ട്. അയ്യോ, എനിക്ക് 2 പിച്ചാത്തി വാങ്ങാം. അപ്പം പിച്ചാത്തി കണ്ടോ, ഇതൊക്കെ 100, 140, 120 അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് 50 രൂപ, 50 രൂപ, 20 രൂപ. അത് തേങ്ങ തിരുമുന്ന സാധനം. 2 കത്തി വാങ്ങിക്കാം അല്ലേ? 2 കത്തി. ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു. മറ്റേ മുളക്, മല്ലിപ്പൊടി, മുളക് പൊടി എന്നും പറഞ്ഞു. ഇതൊക്കെ വെച്ച് നോക്കിയിട്ടൊന്നും എനിക്ക് ഇവിടെ അങ്ങോട്ടേക്ക് വേണം. ഞാനിങ്ങനെ ഇതെല്ലാം നോക്കി നടക്കും. ഫുള്ള് പച്ചക്കറികൾ തന്നെയായിരിക്കും. ഭയങ്കര വിലക്കുറവാണ്. ഇതിപ്പം നമുക്കൊന്നും വാങ്ങിക്കാനില്ല, കാരണം നമ്മളിപ്പം ജസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ലാഭമാണ്. ഇതിപ്പോൾ ഇത്രയും ഉണ്ടെങ്കിലും 7 മണിയാകുമ്പോൾ ഇവിടെ മൊത്തം കാലിയാവും. ഒരാളുടെ കടയിലും ഒന്നും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ സൺഡേ മാർക്കറ്റ്. ആക്ച്വലി ഒരു 7 മണിയൊക്കെ ആവണം, പക്ഷേ എനിക്ക് 7 മണി വരെ നിൽക്കാൻ സമയമില്ല. എനിക്കിനി ഈശോയിൽ പോകണം. അത് കാരണം ഞാൻ ജസ്റ്റ് പോയിട്ട് വന്നു. അപ്പോൾ അവരെല്ലാവരും നിർത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ പിന്നെ 2 കത്തി വാങ്ങിച്ചു. ഈ 2 ബെഡ്ഷീറ്റിനും കൂടെ 350 രൂപയുള്ളൂ. 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചു. ഓക്കെ, ചാച്ചാ സുലർ.